സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഒരു ബില്ല്, അതായത് ഭരണഘടനാ ഭേദഗതി, ഇപ്പോൾ ശശി തരൂരിൻ്റെ പിന്തുണ കൂടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരെ മുഴുവൻ, കോൺഗ്രസിനെ അല്ല ഇന്ത്യ മുന്നണി തന്നെ വെട്ടിലായിരിക്കുകയാണ്. അതെ. അപ്പോൾ ഒരു വലിയൊരു കെണിയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ കെണി എന്നല്ല പറയേണ്ടത്, ഒരു ഊര കുടുക്ക്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി. സാർ, അവിടെ ഒരു വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. ശശി തരൂർ മുമ്പ് ഈ പ്രതിപക്ഷം പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം അദ്ദേഹം നേരെ മറുകണ്ഠം ചാടി BJP ഒപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ രാഹുൽ ഗാന്ധി തെളിവൊക്കെ ചോദിച്ച് വലിയ കോലാഹലം ഉണ്ടാക്കിയപ്പോൾ രാജ്യം മുഴുവനും ഈ പ്രതിപക്ഷ നേതാവിനെ പൊട്ടനെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ച് കളിയാക്കി പരിഹസിച്ച് ഈ ജനവികാരം രാഹുൽ ഗാന്ധിക്കെതിരായി. കോൺഗ്രസിനെ കണക്കറ്റ് ചീത്ത പറഞ്ഞ ആൾക്കാർ അല്ലേ, സൈന്യത്തെ അവിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മോദിയെ അവിശ്വസിക്കാം, BJP അവിശ്വസിക്കാം, കേന്ദ്ര സർക്കാരിനെ അവിശ്വസിക്കാം, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സൈന്യത്തെ അവിശ്വസിക്കുന്നു, അപമാനിക്കുന്നു, അവഹേളിക്കുന്നു? ഇതാണ് ജനങ്ങൾ ചോദിച്ച ചോദ്യം. അന്ന് രാഹുൽ ഗാന്ധി വലിയ പ്രതിരോധത്തിലായി. അന്ന് ആ രാഹുൽ ഗാന്ധി പ്രതിരോധത്തിലായപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് സ്കോർ ചെയ്ത ഒരേ ഒരാൾ ശശി തരൂരാണ്. ശശി തരൂർ വളരെ വിദഗ്ധമായിട്ട് അവിടെ തനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാക്കാമോ, എത്രയൊക്കെ ജനപിന്തുണ അതിൽ നേടിയെടുക്കാനാകുമോ അത്രയെല്ലാം അദ്ദേഹം ചെയ്തു. നോക്കൂ, ഈ ഭരണപക്ഷത്ത് BJPയുടെ ഭാഗത്ത് നിന്നിരുന്ന ആൾക്കാരെല്ലാം ഒറ്റ രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ശശി തരൂർ അവർക്ക് ദൈവമായി. ശശി തരൂരിനെ തലയിലേറ്റി നൃത്തം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. ഈ BJPക്കാർ, രാജ്യത്തുള്ള BJPക്കാർ ഈ ശശി തരൂരിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത പിന്നെ ആന്ധ്രയിലെയും ഛത്തീസ്ഗഡിലെയും പിന്നെ ബംഗാളിലെയും ഒക്കെ സാധാരണക്കാർ പോലും ഈ ശശി തരൂരിനെ ഒരു വലിയ മാതൃകയായിട്ട് കാണാൻ തുടങ്ങി. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിദേശത്തൊക്കെ പോയി നമ്മുടെ ഭാഗം ന്യായീകരിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ നിലപാട് തന്നെ മാറ്റി നമുക്ക് അനുകൂലമാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തരൂരിൻ്റെ ഗ്രാഫ് അങ്ങ് വല്ലാതെ ഉയർന്നു, രാഹുലിൻ്റെ ഗ്രാഫ് വല്ലാതെ ഇടിഞ്ഞു. അല്ല, പ്രതിപക്ഷത്തിനുള്ള ആശങ്ക എന്ന് പറയുന്നത് ഈ ബില്ലിനെ ഇതെങ്ങനെ നേരിടുമെന്നുള്ളതും, അത് രണ്ടാമത്തെ കാര്യം. ശശി തരൂരിൻ്റെ ഈ ബില്ലിനുള്ള പിന്തുണയും കൂടെ വന്നപ്പോഴാണ് അവരെ ഒന്നുകൂടെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷം കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും കഴിയാത്ത, ശരിക്കു പറഞ്ഞാൽ നല്ലൊരു ഊരാക്കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. കാരണം ഈ ബില്ലിനെ എതിർത്താൽ, ഈ ബില്ല് എന്താണെന്ന് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയാണ്. 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇത് പാസ്സാവുള്ളൂ. അപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഇത്, അല്ലെങ്കിൽ NDAക്ക് മാത്രം വിചാരിച്ചാൽ ഇത് പാസ്സാക്കാൻ പറ്റില്ല. പ്രതിപക്ഷവും കൂടെ സഹകരിക്കണം. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമവായം ഇവർ തേടും. ഇവിടെ പ്രതിപക്ഷത്തിന് ഈ ബില്ലിനെ എതിർത്താൽ വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് കിട്ടും. കാരണം ഈ ബില്ല് പറയുന്നത് ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടി 30 ദിവസം ജയിലിൽ കിടന്നാൽ മതി, ആ ആളിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറ്റി നിർത്താം. അതുപോലെ തന്നെ ആ ആളിനെ പദവിയിൽ തുടരുകയാണെങ്കിൽ ആ ആളിനെ രാഷ്ട്രപതിക്ക്, ഗവർണർക്ക് ഒക്കെ മാറ്റാം. ഇനി അവർ മാറ്റിയില്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ ഇവർ സ്വമേധയാ പുറത്താകും, സ്വാഭാവികമായിട്ട് പുറത്താകും. ഇതാണ് ആ ബില്ല്, നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതിനെ പിന്തുണച്ചാൽ ഇന്ത്യ മുന്നണി തകരും. കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കാം, പക്ഷെ കോൺഗ്രസിൻ്റെ പല മുഖ്യമന്ത്രിമാരും അഴിമതി ആരോപണം നേരിടുകയാണ്. അപ്പോൾ അത് അവർക്കെതിരെ പലർക്കെതിരെയും കേസുകളുണ്ട്. DMK സ്റ്റാലിനെതിരെ അന്വേഷണമുണ്ട്. സ്റ്റാലിൻ പല കേസുകളിൽ, പല സംഭവങ്ങളിൽ ആരോപണ വിധേയനാണ്. എന്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കേസ് ഇപ്പോഴും കിടക്കുകയല്ലേ സുപ്രീം കോടതിയിൽ, ലാവലിൽ 38-40 തവണ മാറ്റിവെച്ചു. അതെ, മാറ്റിവെച്ച കേസ്. അപ്പോൾ ഇതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. BJP വളരെ കൃത്യമായിട്ടാണ് ഒരു കെണി ഒരുക്കിയിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഈ ബില്ലിപ്പോൾ പാസ്സായില്ലെങ്കിലും ഇതിന് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നടങ്കം പിന്തുണ കൊടുത്തില്ലെങ്കിലും അവർ ജനത്തിൻ്റെ മുമ്പിൽ തോറ്റു, ജനത്തിൻ്റെ മുമ്പിൽ കുറ്റവാളികളായി ജയിച്ചു. ജനത്തിൻ്റെ മുമ്പിൽ BJP, നരേന്ദ്രമോദി എന്താ പറയാൻ പോകുന്നത്? ഞങ്ങളിതാ ഏറ്റവും ജനോപകാരപ്രദമായ അഴിമതി തടയാൻ വേണ്ടുന്ന ഒരു ബില്ല് കൊണ്ടുവന്നു. നിങ്ങൾ പ്രതിപക്ഷം അതിനെ
പരാജയപ്പെടുത്തി കളഞ്ഞു. ഭരണഘടനാ ഭേദഗതിയാണ്, 2/3 ഭൂരിപക്ഷം വേണം. നിങ്ങൾ ഞങ്ങൾക്ക് ആ 2/3 ഭൂരിപക്ഷം തന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അധികാരമേറ്റതിൻ്റെ അടുത്ത ദിവസം ഇത് പാസ്സാക്കിയേനെ. നരേന്ദ്രമോദിയെ പോലെ രാഷ്ട്രീയം അറിയുന്ന ആളിനെ നമുക്കറിയാമല്ലോ അദ്ദേഹം എന്തായിരിക്കും പറയുകയാണ്. നല്ല ഭരണതന്ത്രജ്ഞനാണ്, നന്നായിട്ട് രാഷ്ട്രീയം. ഇതെനിക്ക് തോന്നുന്നു ഇത് നേരത്തെ തന്നെ BJP കരുതി വെച്ചിരുന്നതാണ്, അവനാഴിയിൽ നെടുത്തതാണ് അവസരം വന്നത്. ഇത് കൃത്യമായി ബ്രഹ്മാസ്ത്രം തന്നെ കരുതി വെച്ചിരുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഈ വോട്ട് ചോർച്ചയും അതും ഇതുമൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അതിനകത്തൊരു കാര്യവുമില്ല. പക്ഷെ കുറച്ച് പേരിലെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചു. ആ മുതലെടുക്കാൻ ശ്രമിച്ചതിന് കൊടുത്തൊരു നല്ല പണിയാണിത്. സാർ ഒരു കാര്യം ആലോചിക്കണം, നാഷണൽ ഹെറാൾഡ് കേസ് ബ്ലാക്ക് മണി വൈറ്റ് ആക്കിയ കേസാണ്. അതുപോലെ അഴിമതിയുണ്ട് അതിനകത്ത്, അല്ലേ? 2000 കോടി രൂപയുടെ വസ്തുവകൾ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്നാണ്, കൈമാറ്റം ചെയ്തു എന്നാണ് കേസ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കും ഈ പറഞ്ഞതുപോലെ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം പദവിയിൽ നിന്നൊക്കെ പുറത്താകും. പക്ഷേ ഇത് പ്രതീക്ഷിച്ചില്ല, അവരിങ്ങനെ എടുക്കും. ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് BJP ഇങ്ങനെ ഒരു ആപ്പ് അടിച്ച് കയറ്റും എന്നവർ വിചാരിച്ചില്ല. നല്ല ഒന്നാം തരം ആപ്പാണ് നരേന്ദ്രമോദി വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് അരവിന്ദ് കെജ്രിവാളിന്, മമതയ്ക്ക്, മമത ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ മമതയുടെ പേര് കേട്ടതാണ്. മമതയ്ക്ക്, സ്റ്റാലിന്, അഖിലേഷിന്, മായാവതിക്ക് ഒക്കെ ഈ വിഷയമുണ്ട്. ഇവരെല്ലാം പെട്ടുപോകും. അല്ല, ഇത് ഈ പാർലമെന്റ് പാസ്സായി വരാൻ പ്രയാസമായിരിക്കും. അല്ല, പാർലമെന്റിൽ പാസ്സായി വരാൻ പ്രയാസമാണ്. ബില്ല് പാസ്സാകും സാറേ, ഭൂരിപക്ഷം BJPക്ക് ഉള്ളതുകൊണ്ട് ബില്ല് കടന്നുകൂടും. പക്ഷെ അതിന് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ 2/3 ഭൂരിപക്ഷം. അത് നടക്കത്തില്ല. അത് നടക്കണമെങ്കിൽ പ്രതിപക്ഷം കൂടെ പിന്തുണയ്ക്കും. അത് നടക്കില്ല എന്ന് BJPക്കും അറിയാം, സർക്കാരിനും അറിയാവുന്നതാണ്. അല്ല, പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി അത് നടക്കില്ലെന്ന് മോദിക്ക് അറിയാം. ഇവർക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല. പിന്തുണച്ച രാഹുൽ ഗാന്ധി ഇത്രയും പേരോട് മറുപടി പറയണം. സ്റ്റാലിൻ പിണങ്ങും, മമത പിണങ്ങും, ലാലു പിണങ്ങും, എല്ലാവരും പിണങ്ങും. ഇവർക്ക് ഇന്ത്യ മുന്നണിയെ ശിഥിലീകരിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ കൃത്യമായ. ഇന്ത്യ മുന്നണി പിന്നെ അങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കുന്നില്ലല്ലോ, തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇപ്പൊ അതിനെ ശക്തിപ്പെടുത്താനുള്ള ഓരോ നമ്പറുകൾ രാഹുൽ ഗാന്ധി ഇറക്കുകയാണ്. അതെ, അതിന്റെ അർത്ഥം മര്യാദയ്ക്ക് നീ അവിടെ അടങ്ങിയിരുന്നോ, ഇല്ലേ ഞാൻ 8ന്റെ പണി തരും എന്ന് തന്നെയാണ് BJP പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും വെല്ലുവിളിക്കാൻ ഇറങ്ങിയാൽ അത് രാഷ്ട്രീയമായി ഒരു വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും തള്ളിവിടും. അതിനുള്ള പണി ഇപ്പുറത്ത് ഇവർ എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മിണ്ടാതെ ഉണ്ടുറങ്ങി കഴിയുകയല്ല. ഞങ്ങൾക്കും രാഷ്ട്രീയം അറിയാം. ഇങ്ങോട്ട് പണിഞ്ഞാൽ 8 ഇരട്ടി അങ്ങോട്ട് പണിയും എന്ന് കൃത്യമായിട്ട് ഈ ഒരു സാധനത്തിലൂടെ നരേന്ദ്രമോദി തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇപ്പം ഈ പറഞ്ഞതുപോലെ അതൊന്ന് ഒരു വശത്ത്. 2, രാഹുൽ ഗാന്ധി ഏതൊക്കെ പ്രശ്നം പരിഹരിക്കും? ഈ ശശി തരൂരിൻ്റെ പുറകെ ഇങ്ങനെ വിസിലും കൊണ്ട് ഓടാൻ പറ്റുമോ? ശശി തരൂർ വട്ടം ചുറ്റിക്കുകയല്ലേ രാഹുൽ ഗാന്ധിയായിട്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വലിയ പണിയല്ലേ കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. അതായത് നരേന്ദ്രമോദി പറയാതെ പറയുന്നു, ഞങ്ങളെ ഉപദ്രവിക്കാൻ, അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉപദ്രവിക്കാൻ വരരുത്, വന്നാൽ തിരിച്ചങ്ങോട്ട് 8ന്റെ പണി തരും, കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ അറിയത്തില്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒന്നും കാണത്തില്ല, തവിട് പൊടിയാക്കി കളയും, രാഷ്ട്രീയമായിട്ട് നിങ്ങളെ അവസാനിപ്പിച്ച് കളയും എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി ഇതിലൂടെ നൽകുന്ന സന്ദേശം.